ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് എങ്ങനെയാണ് ജോങ്കു ഹാനോളിനെ വെറുതെ തുടങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സ്കൂളിലെ പ്രദേശത്തെ എന്തിന് രാജ്യത്തെ തന്നെ നമ്പർ 1 സ്റ്റുഡൻ്റായ നമ്മുടെ ജോങ്കു സ്കൂളിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. സ്പോർട്സിലും അവനൊരു താരമായിരുന്നു. കൂടാതെ മറ്റുള്ളവർക്ക് എന്ത് സഹായവും അവൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ അടിപൊളിയായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവന്റെ മനസ്സമാധാനത്തോടുള്ള ജീവിതം തകർക്കാനായി ഹാനോൾ എവിടെ നിന്നില്ലാതെ പൊട്ടിമുളച്ചു വരുന്നത്. അവളാണെങ്കിൽ അവന്റെ 1ാം സ്ഥാനവും നേടിയെടുത്ത് അവനെ ഒരുമാതിരി മനോരോഗിയെ പോലെ ആക്കി. സ്ട്രെസ് ഇല്ലാതെ പഠിച്ചുകൊണ്ടിരുന്ന അവൻ അവളെ തോൽപ്പിക്കാൻ അവളെപ്പോലെ നന്നായി ഭക്ഷണം കഴിക്കാതായി, ഉറങ്ങാതായി. കൂടാതെ രാത്രി ഉറക്കം വന്നിട്ട് പഠനം നിർത്തി തിരികെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ അവൻ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന അവളെ കണ്ടിട്ട് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ ആംഗ്യവും കാണിക്കുന്നു. അന്നത്തെ ദിവസത്തെ അവസാന പീരീഡ് ആയിരുന്നു അത്. ജോങ്കു ആണെങ്കിൽ കഴഞ്ഞടിയിൽ മൊത്തം കറുപ്പുമായി ആകെ വല്ലാണ്ടായി എപ്പോൾ ബോധം കെട്ടി വീഴുമെന്ന അവസ്ഥയിലായിരുന്നു. ബെല്ലടിച്ചതും അവൻ എഴുന്നേൽക്കുന്നു. കാലാകെ നിലത്തുരയ്ക്കുന്നില്ല. പെട്ടെന്നാണ് ഹാനോൾ അപ്പുറത്ത് ബോധം കെട്ടി വീഴുന്നത്. ജോങ്കു ആകട്ടെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ താഴെ വീഴുന്നു. അങ്ങനെ തല കറങ്ങി വീണതിലും താൻ രണ്ടാമതായല്ലോ എന്നായി അവന്റെ വിഷമം. ബോധം വന്നയുടൻ നോട്ട് നോക്കി പഠിക്കുന്ന ഹാനോളിനെ കണ്ട ജോങ്കു ഇവളെന്താ കഴിഞ്ഞ ജന്മം പഠിക്കാൻ പറ്റാതെ മരിച്ച വല്ലവരുമാണോ എന്ന് കരുതുന്നു. ഒരു ഉറക്കം കഴിഞ്ഞിട്ട് കണ്ണു തുറന്നതും ഹാനോളിനെ കാണാതെ അവൾ എന്ത് ചെയ്യുന്ന അന്വേഷിച്ച് അവൻ അറിയുന്നത് എക്സ്ട്രാ ക്ലാസ്സിന് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനായി കുറച്ചു മുമ്പ് ഇറങ്ങി ഓടിയെന്നതാണ്. ആഹാ, അത്രയ്ക്കായോ? സ്വസ്ഥമായി ജീവിച്ച് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് ഓക്കെ ആണോ എന്ന് പോലും അന്വേഷിക്കാതെ നീ അടുത്ത ക്ലാസ്സിന് പോയോ? എങ്കിൽ നമുക്കിത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം. അതെ, അങ്ങനെ അംഗത്തിന് റെഡിയായി നമ്മുടെ ജോങ്കു നിൽക്കുന്നു. പണ്ടത്തെ കാര്യമൊക്കെ എവിടെ നിൽക്കട്ടെ, ഇപ്പോൾ കഴിച്ചു കെട്ടെല്ലാം അടങ്ങിയതോടെ പരസ്പരം ഫേസ് ചെയ്യാൻ പോലും മടിയായി ട്രക്കിന്റെ പിന്നിൽ ഒളിച്ച ഹാനോളിനെ ട്രക്ക് മുന്നോട്ടെടുത്തും ജോങ്കു കാണുന്നു. ഹായ്, ഞാൻ ആദ്യം പറയാം. വേണ്ട, ഞാൻ ആദ്യം പറയാം. ആദ്യം പറയുന്നതിൽ വരെ അവർക്ക് മത്സരമാണ്. ആൽക്കഹോൾ കുടിക്കുമ്പോൾ ബ്രെയിന് റാഷണലായി തീരുമാനമെടുക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് തലേന്ന് നടന്നതെല്ലാം മറക്കാമെന്നും ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുണ്ടായെന്നും മാക്സിമം അകലം പാലിക്കാമെന്നും ഹാനോൾ പറഞ്ഞപ്പോൾ ജോങ്കു സമ്മതിക്കുന്നു. വീട്ടിൽ കയറി സമാധാനത്തോടെ റൂമിലിരുന്നപ്പോഴോ അമ്മ ദാണ്ട് ഡിപ്രഷനുള്ള മരുന്നും കൊണ്ട് വന്നവളോട് ഒളിപ്പിച്ചു വെച്ചവ കഴിക്കേണ്ടതെന്നും അവളുടെ അനിയനാണെന്ന് കണ്ടുപിടിച്ചതെന്നും പറയുന്നു. അപ്പന്ന ചെറുക്കൻ. അതൊക്കെ വിടുമോളെ, മരുന്നൊക്കെ കഴിച്ച് നീ പെട്ടെന്ന് റിക്കവർ ആവുക. അങ്ങനെ ഹാനോൾ മരുന്നൊക്കെ കഴിക്കുന്നു. ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. അന്ന് മുതൽ അനിയനും അമ്മയും മാമനും അവളെ എത്രയും പെട്ടെന്ന് റിക്കവർ ആക്കാനുള്ള ദൗത്യങ്ങൾ തുടങ്ങുകയായിരുന്നു. സർപ്രൈസ് പാർട്ടി, ഡിപ്രഷൻ എതിർക്കാനുള്ള ഫുഡ്, അങ്ങനെ ആകെ ബഹളം. ഇതിനൊക്കെ നിന്നു കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ ഹാനോളിനില്ലായിരുന്നു. ഇതേ സമയം തന്റെ വക്കീലന്മാരുമായി സംസാരിക്കുകയായിരുന്നു ജോങ്കു. അവരവനോട് എങ്ങനെയാണ് മരുന്ന് കുപ്പിയിൽ അവന്റെ വിരലടയാളം വന്നതെന്ന് കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമെന്ന് പറയുന്നു. എന്തൊക്കെയായാലും ആ ഫിംഗർ പ്രിന്റ്സിന്റെ പേര് മാത്രം പറഞ്ഞ് താങ്കളെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല ഡോക്ടർ. നിങ്ങളുടെ കൂടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്ന അന്വേഷണത്തിന് സഹകരിക്കാത്ത ആ മെഡിക്കൽ സ്റ്റാഫ് അയാൾ അടുത്തവട്ടം കോടതിയിൽ വന്ന് മൊഴി പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതുവരെ ഒന്നിനും സഹകരിക്കാത്ത അയാൾ ഇപ്പോൾ സഹകരിക്കാമെന്ന് പറഞ്ഞതിൽ എന്തോ ദുരൂഹത അവന് തോന്നാതിരുന്നില്ല. രാത്രി ജോങ്കു തിന്നായ ഒരു ബ്ലാങ്കറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഹാനോൾ തന്റെ അമ്മയുടെ ഒരു കട്ടിയുള്ള ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് അനിയനോടത് മുകളിൽ കൊണ്ട് കൊടുക്കാൻ പറയുന്നു. അവൻ കയറി ചെന്നപ്പോൾ കാണുന്നത് ജനാലിന്റെ ചില്ല പൊട്ടിക്കിടക്കുന്നതും വാതിൽ തുറന്നു കിടക്കുന്നതുമാണ്. കൃത്യസമയത്ത് ജോങ്കു അങ്ങോട്ടേക്ക് വരുന്നു. അവർ പോലീസിനെ വിളിക്കുന്നു. ക്രൈം സീനിന്റെ വീഡിയോയും മറ്റും എടുത്തിട്ട് അവർ തുടർന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. മോനെ, നീ എന്തായാലും തന്നെ ഇവിടെ നിൽക്കണ്ട, താഴേക്ക് വാ. എന്നാൽ അവനതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചിട്ട് നിലത്ത് വീണ് ചില്ലൊക്കെ പറക്കുന്നു. കൈ മുറിഞ്ഞപ്പോൾ അത് അവനെടുത്ത് വായിൽ വെക്കുന്നു. ഡോക്ടറായി നീ ഇങ്ങനെയാണോ മുറിവ് ട്രീറ്റ് ചെയ്യേണ്ടത്? നീ എന്താ ഇവിടെ? ഇവിടെ ഏതോ കള്ളം കയറിയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ നിനക്ക് ഇവിടെ തന്നെ കിടക്കണം അല്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പൊക്കോളാം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടറല്ലേ? അദ്ദേഹത്തിനൊരു സർജറി ഉണ്ടല്ലോ ഇപ്പോൾ. വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലാ പോന്നെ. ബാക്കിയുള്ളവരുമായെല്ലാം നീ പിണക്കമല്ലേ? നോക്ക്, നമ്മൾ എത്ര റൈവൽസ് ആണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നെ ഇവിടെ തനിയാക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് താഴേക്ക് വാ. ശരി, ഞാനിത് ആദ്യം വൃത്തിയാക്കട്ടെ. അവളും അവനെ വൃത്തിയാക്കാൻ സഹായിക്കുന്നു. ഇതിപ്പോ എവിടെ കയറിയേക്കുന്ന വലിയ കൊലപാതകങ്ങളൊന്നും അല്ല. അങ്ങനെ ആയിരുന്നല്ലോ എപ്പോഴും നിന്നെ കൊന്ന് വല്ലയിടത്തും കെട്ടിത്തൂക്കേണ്ടതാ. നീ എന്ത് മനുഷ്യനെ പേടിപ്പിക്കുന്നോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. നീ പേടിക്കണ്ട, ഇതിപ്പോ ഏതെങ്കിലും സാധാ കള്ളന്മാരായിരിക്കും. അങ്ങനെ അവർ താഴേക്ക് ചെല്ലുന്നു. അവളുടെ അമ്മ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു മോൻ മോളുടെ കൂടെ പഠിച്ചതാണെന്ന്. അവർ ഫുഡ് അവന് നേരെ നീട്ടുന്നു. ഞങ്ങൾ ഇത്ര ക്ലോസ് ഒന്നും അല്ല, ഫ്രണ്ട് പോലും അല്ല. നീ എന്റെ ഫ്രണ്ടാണെന്ന് ആരാ പറഞ്ഞത്? പെട്ടെന്ന് അവളുടെ അമ്മ നീട്ടിയ ഭക്ഷണം മാറ്റുന്നു. അയ്യോ അമ്മ, അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഇവളാണെങ്കിൽ ആരുമായും മിണ്ടില്ലായിരുന്നു. എപ്പോഴും പഠിത്തം. ടെബോക്ക് കഴിക്കാൻ വിളിച്ചാലും കരോക്കയ്ക്ക് വിളിച്ചാലും ഒന്നും വരത്തില്ല. അതെനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പഠിക്കാനുള്ള സമയം എന്തിനാ വെറുതെ കളയുന്നതെന്ന് ഓർത്താ. പെട്ടെന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. എന്റെ മോൾ ഇത്രയും പാടുപെട്ടിട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ. അവളുടെ അമ്മ പൊട്ടിക്കരയുന്നു.
അമ്മേ ഇങ്ങനെ കരയാതെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ജോങ്കുവിന് ഇറങ്ങാനുള്ള ബെഡും മറ്റും ഹാനോൾ എടുത്തു കൊടുക്കുന്നു. നിന്റെ അമ്മ നല്ല സങ്കടത്തിലാണല്ലോ. അത് മൈൻഡ് ചെയ്യണ്ട. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? ഇത്ര വൈകിയില്ല, ഇനി പിന്നൊരു ദിവസമാവട്ടെ. ഹാനോൾ അവളുടെ മുറിക്ക് നേരെ നടക്കുന്നു. അപ്പോഴാണ് അവളുടെ അമ്മ എന്തോ ചായയോ മറ്റോ കൊണ്ടുവന്നിട്ട് ഡിപ്രഷന് നല്ലതാണെന്ന് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് ചെന്നത്. പിന്നൊരു ഓട്ടമായിരുന്നു. നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. നമ്മുടെ ജലസ് ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം 5 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള തന്റെ യൂട്യൂബ് ചാനലിന് ഒരു സബ്സ്ക്രൈബർ കൂടി കൂടിയിരിക്കുന്നു. മുന്നേ ഉണ്ടായിരുന്ന 5 പേരും അയാൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിരുന്നവരായിരുന്നു. ഹാനോളുടെ കൂട്ടുകാരെയായിരുന്നു ആ പുതിയ സബ്സ്ക്രൈബർ. ഇത് ഏതോ സിനിമയിലെ സീൻ പോലെയല്ലേ? നല്ല തെളിഞ്ഞ നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, ഇളങ്കാറ്റ് വീശുന്നു. എങ്ങനെയുണ്ട് ഫ്രണ്ടിന്റെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ? ഫ്രണ്ടോ? നീ എൻ്റെ ക്ലാസ്മേറ്റാ. അത് തമ്മിൽ എന്താ ഇത്ര വ്യത്യാസം? ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിരിക്കും, ക്ലാസ്മേറ്റ്സ് അൺവില്ലിംഗ്ലി ഒരു ക്ലാസ്സിലായവർ. എൻ്റെ അമ്മോ. പെട്ടെന്നാണ് ഒരു ആംബുലൻസ് പോയതും ഹാനോൾ അതിലേക്ക് നോക്കി നിന്നതും. അവളാണെങ്കിൽ ജോലിയും പഠനവും ഇല്ലാതെ മറ്റൊന്നും ചെയ്യാനാകാത്തത് കൊണ്ട് ഈ ഒഴിവ് സമയത്ത് ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ജോങ്കോ എന്ത് ചെയ്യാനാണ് അവളുടെ ആഗ്രഹമെന്ന് ചോദിക്കുന്നു. അവളാകട്ടെ ഒരുപാട് ബുക്ക് വായിക്കണമെന്നും മറ്റും പറയുന്നു. നിർത്ത്, നമുക്ക് കുറച്ച് ടെബോക്കി കഴിക്കാം, ഗെയിംസ് കളിക്കാം, പിന്നെ കരോക്കിക്ക് പോവാം. ഹൈസ്കൂളിൽ നിനക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാഞ്ഞതല്ലേ, വാ. അവളെ വലിച്ചെടുത്തുകൊണ്ടാണ് അവൻ പോയത്. എന്നാൽ ടെബോക്കി കടയിലെത്തിയിട്ട് വിശക്കുന്നില്ല എന്ന് മുന്നേ നിലവിളിച്ച് അവൾ വാരിക്കൊരി കഴിക്കുന്നത് കണ്ട അവൻ തന്നെ വന്ദിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അതെ, സ്ട്രെസ് കുറയ്ക്കാൻ സ്പൈസി ഫുഡ്സ് നല്ലതാണ്, കാരണം അത് ബ്രെയിൻ്റെ കോർട്ടക്സിൽ. അവൻ അവളുടെ വാലിലൊരു ടെബോക്കി വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അവർ പോയത് ഗെയിംസ് കളിക്കാനാണ്. പിന്നെ കരോക്കയ്ക്ക് പോകുന്നുണ്ടെങ്കിലും ഒരു കേപ്പോപ്പ് ഗാനം പോലും അറിയാത്ത അവൾ ചരവ് ഗാനം പോലെ എന്തോ പാടുന്നു. അത് കേട്ടിട്ട് അവൻ പാട്ട് നിർത്തിയിട്ട് ഡാൻസ് കളിക്കാൻ പോകുന്നു. അങ്ങനെ അവർ നന്നായി എൻജോയ് ചെയ്യുന്നു. അവർ രണ്ടുപേരും ഹൈസ്കൂൾ കുട്ടികളെ പോലെ ഒരുപാട് സന്തോഷിക്കുന്നു. തിരികെ നടക്കുമ്പോൾ ഹാനോൾ ജോങ്കുവിനോട് നന്ദി പറയുന്നു. അവൻ തിരിച്ചും, ട്രയലൊക്കെ കാരണം ഞാൻ ഒരുപാട് സ്ട്രെസ്സിലായിരുന്നു, ഇപ്പോൾ അതെല്ലാം ഇല്ലാതായതുപോലെ. ഒരു കേപ്പോപ്പ് സോങ് പോലും അറിഞ്ഞുകൂടാത്ത എന്ത് ജീവിതമാണ് താൻ ജീവിച്ചതെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും യു ജസ്റ്റ് ട്രൈഡ് ഹാർഡ് എന്നും ബ്രേക്ക് സമയത്ത് റെസ്റ്റ് എടുക്കാനും അവൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ രാത്രി കിടക്കുന്നു. വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല, ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താമെന്ന് ഹാനോളിന് മനസ്സിലാകുന്നു. പിറ്റേന്ന് രാവിലെ ജോങ്കു ഉണർന്നതും ഹാനോൾ നില വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഫോണിൽ അവളുടെ പേര് കോൺട്രാക്ട് വർക്കേഴ്സിന്റെ കൂടെ ചേർത്ത് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന പണം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു സീനിയർ ഡോക്ടർ. ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിറങ്ങാനൊരുങ്ങിയ ഹാനോളിനെ ജോങ്കു തടയുന്നു. നീ എവിടെ പോയി അടിയുണ്ടാക്കാൻ പോവാണോ? വേണ്ട, ഇനി ഒരു സീൻ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഈ ഫീൽഡിൽ നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. കൂടെ ജോലി ചെയ്തിരുന്ന ചിലരെയും കൂടി ഇത്തരത്തിൽ അയാൾ കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം കംപ്ലൈന്റ് കൊടുക്കുവാൻ അവൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ആ ഡോക്ടേഴ്സ് അതിന് തയ്യാറാവുന്നില്ല. ഡോക്ടർ ക്വിറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളിപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളെ ഡോക്ടർ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ സീനിയർ ഡോക്ടർ ഞങ്ങളെ വഴക്ക് പറയും, സോറി. അങ്ങനെ അവൾ തിരികെ വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് തന്റെ വീട്ടിലേക്ക് കയറാനൊരുങ്ങിയിട്ട് കയറാതെ മുകളിലേക്ക് കയറി പോകുന്ന ജോങ്കുവിനെയാണ്. അവളും അവന്റെ പുറകെ പോകുന്നു. നീ അവൻ കടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പൈസയുണ്ടോ? അവനാകെ മൂഡ് ഓഫ് ആയിരുന്നു. സോറി, ഞാൻ എൻ്റെ അവസ്ഥ ഓർത്തില്ല, ഞാൻ പോട്ടെ. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ വീട്ടിലേക്ക് ചെന്ന ഹാനോളിനോട് അമ്മ എന്ത് വിശ്വസിച്ചാണ് കൊലപാതക കേസിലെ പ്രതിയായ ഒരാളെ വീട്ടിൽ താമസിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നു. നിന്റെ അനിയനെ എന്നോട് ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞ് നീ സൂക്ഷിക്കണം മോളെ. അനിയനും അമ്മയും ഇക്കാര്യം സംസാരിച്ചത് അവൻ കേട്ട് കാണുമെന്ന് മനസ്സിലാക്കിയ അവൾ അവനോട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ടേ എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കാൻ ഒരുങ്ങിയെങ്കിലും അപ്പോഴാണ് അവന്റെ നമ്പർ തന്റെ കയ്യിലില്ല എന്ന് നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. നേരത്തെ അവൻ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവളുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയത് തന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തായി എന്ന് അവളോട് അന്വേഷിക്കാനാണ്. ഇതേസമയം ടെസ്റ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫ് പിറ്റേന്നത്തെ ട്രയലിന് വരില്ല എന്ന് പറഞ്ഞതോടെ ജോങ്കുവിനെ പറ്റിയുള്ള പബ്ലിക് ഒപ്പീനിയൻ വേഴ്സ് ആകുമെന്ന കാര്യം ഉറപ്പാകുന്നു. ജോങ്കു അയാളെ തപ്പി അയാൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ പോകുന്നുണ്ടെങ്കിലും അയാൾ റിസൈൻ ചെയ്തുവെന്നാണ് അറിയാൻ സാധിച്ചത്. ആകെ പ്രതീക്ഷയേറ്റ് നിറകണ്ണുകളോടെ അവൻ ഒറ്റയ്ക്കൊരു ബാറിൽ പോയി കള്ളി കുടിക്കുന്നു. അപ്പോഴും ഹാനോൾ പറഞ്ഞ വാക്കുകൾ അവന്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു. അന്ന് രാത്രി മുഴുവൻ ഹാനോൾ ജോങ്കുവിന്റെ കേസും അതിലെ മെഡിക്കൽ കാര്യങ്ങളും മറ്റും തിരയുകയായിരുന്നു. പിറ്റേന്നത്തെ ട്രയലിൽ പ്രതീക്ഷകളൊന്നും വെക്കാതെയാണ് ജോങ്കു ചെന്നത്. പ്രതീക്ഷിച്ചതുപോലെ എതിർഭാഗം മെഡിക്കൽ സ്റ്റാഫ് ട്രയലിന് വരാത്തത് ജോങ്കുവിനെതിരെയുള്ള ആയുധമാക്കുന്നു. അങ്ങനെയെല്ലാം ജോങ്കുവിനെതിരെ തിരിഞ്ഞ സമയത്താണ് ഹാനോൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ കയ്യിൽ തെളിവുണ്ട്. അവളത് അവന്റെ വക്കീലിനെ ഏൽപ്പിക്കുന്നു. ജോങ്കുവിന്റെ കേസ് പോലെ ഇന്ത്യയിലും സർജറിക്കിടെ ഇതേപോലെ രോഗി മരിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അവളുടെ കയ്യിൽ. എന്നാൽ കോടതി ആ തെളിവ് മറ്റൊരു ദിവസം സമർപ്പിക്കാൻ പറഞ്ഞിട്ട് അന്നത്തെ വാദം അവസാനിപ്പിക്കുന്നു. റിയൽ ലൈഫിൽ സിനിമയിലെ പോലെ ഒറ്റ നിമിഷം കൊണ്ടൊന്നും മാറില്ലല്ലോ. പുറത്തേക്കിറങ്ങിയ ജോങ്കുവിന്റെ ചുറ്റും പല ചോദ്യങ്ങളുമായി മീഡിയക്കാർ കൂടുന്നു.
ജോങ്കു ആകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അപ്പുറം നിന്ന് ഹാനോളിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ആരോ തട്ടിയപ്പോൾ അവൾ താഴെ വീഴുന്നു. അവളുടെ അടുത്തേക്ക് ഓടി ചെന്നവൻ മീഡിയ പുറകെ വരുന്നത് കണ്ട് അവിടെ നിന്ന് അവളോടൊപ്പം ഓടുന്നു. അവളുടെ കൈ മുറിഞ്ഞത് കണ്ട് തന്റെ ക്ലിനിക്കിലേക്ക് അവളെയും കൊണ്ടവൻ പോകുന്നു. ആകെ പൊടി പിടിച്ച് ആളനക്കമില്ലാതെ കിടക്കുകയായിരുന്നു അവിടെ. ഒരു നാൾ നിറയെ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലം. മരുന്ന് വെച്ച ശേഷം അവനോട് അവൾ കുറവാണെങ്കിലും തനിക്ക് പിരിഞ്ഞതിന് ശേഷം കിട്ടുന്ന പണം കിട്ടിയെന്നും അത് വെച്ച് ടെബോക്കയോ മറ്റോ വാങ്ങാമെന്നും പറയുന്നു. നീ എന്ത് വേണേലും പറ, ഞാനത് വാങ്ങിത്തരാം. എങ്കിൽ നമുക്ക് സൺറൈസ് കാണാൻ പോവാം. സൺറൈസോ? ഞാനിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി കണ്ടതാ. അതുപോലാണോ ഇത്? നമുക്ക് ഈസ്റ്റ് സീ വരെ പോവാം. അങ്ങനെ അവനും അവളും ഈസ്റ്റ് സീയിൽ എത്തുന്നു. അവിടെ ചെന്നപ്പോഴോ മഴ സാധ്യതയുള്ളത് കാരണം സൺറൈസ് കാണാൻ ഒട്ടും സാധ്യതയുമില്ല. സോറി, ഞാൻ മുന്നേ ഇത് നോക്കേണ്ടതായിരുന്നു. ഹേ, ഇതൊക്കെ ഓരോ ഓർമ്മകളല്ലേ. പിന്നെ ഇനി നിന്റെ ക്ലാസ്മേറ്റ് ആയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഫ്രണ്ട്സ് ആകാം. അവൾ അവന് കൈ കൊടുക്കുന്നു. അവൻ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. സൂര്യൻ ഇന്ന് ഉദിച്ചില്ലെങ്കിൽ എന്താ, നാളെ ഉദിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു. സത്യത്തിൽ അന്നവൻ സ്കൂളിൽ തലകറങ്ങി വീണ സമയത്ത് നമ്മുടെ ഹാനർ ഒരു നോട്ട് നമുക്ക് സ്വന്തം ഹെൽത്തിന് ദോഷമാകും വിധം ഒന്നും ചെയ്യേണ്ട എന്നും സ്ട്രോങ് ആയിരിക്കുമെന്നും എഴുതുന്നുണ്ടെങ്കിലും അവന് കൊടുക്കുന്നില്ല. കാരണം അന്ന് അവന്റെ അമ്മ അവിടെ വന്ന് ടീച്ചറോട് തർക്കത്തിൽ ഏർപ്പെടുന്നത് അവൾ കണ്ടിരുന്നു. എന്റെ സമയം കളയാനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. കുട്ടികളായാൽ പഠിക്കുന്ന സമയത്തെ കുറിച്ച് തലകറങ്ങിയെന്നൊക്കെ വരും, ചുമ്മാ. ഇതേ സമയം അവളുടെ അമ്മയോ ഓടി വരികയും ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. എത്ര തരം ആൾക്കാരാണ് ഈ ലോകത്തല്ലേ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണാം. അതുവരെ ദിസ് ഈസ് ലൂണ ടോക്ക് സൈനിങ് ഓഫ്.